ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള പിണക്കത്തിലാണോ ആ പിണക്കം ഒരു 3-ൽ കൂടുതൽ ദിവസമായോ? പ്രതീക്ഷ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലാണോ എങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ലവ് സ്പെല്ലാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒരു ലവ് സ്പെൽ എന്നതിനേക്കാൾ ഉപരി ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു സ്പിരിച്വലി വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇങ്ങനെ പറയുമ്പോൾ ഇത് ഒരുപാട് ദിവസമൊക്കെ ചെയ്യണമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. വെറും 7 ഡേയ്സ് മാത്രം ചെയ്താൽ മതി. ഇത് ചെയ്യേണ്ടത് രാത്രി സമയത്താണ്, നിങ്ങൾ കിടക്കുന്നതിന് തൊട്ട് മുൻപ്. ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് ഫ്രൈഡേ വരെ കണ്ടിന്യൂ ചെയ്യണം. 7 ഡേയ്സ് തുടർച്ചയായിട്ട് ചെയ്യുക. 7 ഡേയ്സ് അല്ല, 8 ഡേയ്സ് ആവും. അപ്പോൾ 1 വീക്ക് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പിക്കിലോട്ട് കടക്കുകയാണ്. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്ന് ആദ്യം പറയാം. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഒരു കാര്യം കൂടി, ഈ വീഡിയോ ഇപ്പോൾ പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ എങ്ങോട്ടെങ്കിലും ഷെയർ ചെയ്തിടുക, അല്ലെങ്കിൽ ലൈക്ക് ചെയ്തിടുക. കുറച്ച് കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും വീഡിയോ കാണുക. എന്നിട്ട് കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യണം. ആദ്യം വേണ്ടത് പിങ്ക് കളറിലുള്ള ഒരു ക്യാൻഡിലാണ്. ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പം വേണം. ഈ 7 ഡേയ്സും സെയിം ക്യാൻഡിൽ തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇൻ കേസ് ഈ ക്യാൻഡിൽ കത്തിക്കഴിയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമതൊരെണ്ണം കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ വലുത് വാങ്ങിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. പിങ്ക് കളറായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു പീസ് ഓഫ് പേപ്പർ വേണം. A4 അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിൻ്റെ പേജ് ആയാലും മതി. പിന്നെ പേന വേണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള ലവ് സ്പെൽ എങ്ങനെ ചെയ്യാം? ഫ്രൈഡേ നൈറ്റാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ക്യാൻഡിൽ കത്തിക്കുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ചെറിയ രീതിയിലുള്ള ലൈറ്റ് മാത്രമായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരിക. കാരണം റൈറ്റിംഗ് ഉള്ളത് കൊണ്ടാണ് ചെറിയ രീതിയിലുള്ള ലൈറ്റ് വേണം എന്ന് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുട്ടുള്ള മുറി ചൂസ് ചെയ്താലും മതിയായിരുന്നു. പക്ഷേ എഴുതുമ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് കാണണം. അതുകൊണ്ടാണ് ചെറിയ രീതിയിൽ ലൈറ്റുള്ള മുറിയായിരിക്കും ചൂസ് ചെയ്യാൻ ഏറ്റവും എളുപ്പം. ഇനി ഇരുട്ടുള്ള മുറിയാണെങ്കിലും കുഴപ്പമില്ല. കാരണം ഈ മെഴുകുതിരി കത്തിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു വെളിച്ചം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ക്യാൻഡിൽ കത്തിക്കുന്നു. അതിനുശേഷം ഈ പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, സെൻട്രലായിട്ട് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ പേരാണ് മെൻഷൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആ പിണക്കം ആരുമായിട്ടാണോ ആ വ്യക്തിയുടെ പേര് മെൻഷൻ ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആവാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റേതെങ്കിലും സുഹൃത്തുക്കളാവാം. ഓക്കെ, ആരാണെന്നുണ്ടെങ്കിലും അവരുടെ പേര് എഴുതുക. ഒരു റൗണ്ട് ആ പേരിന് ചുറ്റും വരയ്ക്കുക. അത് പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വരച്ചതിന് ശേഷം ആ സർക്കിളിൻ്റെ 4 ഭാഗത്തായിട്ട് നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യുക. ക്ലിയർ ആയോ? സെൻറ്ററിൽ നിങ്ങളുടെ പേര് എഴുതുന്നു. അതിന് ചുറ്റും ഒരു സർക്കിൾ വരക്കുന്നു. അതിന് ശേഷം 4 മൂലയിലായിട്ട് നിങ്ങളുടെ പേരാണ് മെൻഷൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. മെഴുകുതിരി അവിടെ കത്തിക്കോട്ടെ, നോ പ്രോബ്ലം. കണ്ണുകൾ അടച്ചതിന് ശേഷം നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യണം. എന്താണ് വിഷ്വൽ ചെയ്യേണ്ടത്? നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഒരു ഹാപ്പി മൊമെൻ്റ് ആണ് നിങ്ങൾ വിഷ്വൽ ചെയ്യേണ്ടത്. കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നതോ, അല്ലെങ്കിൽ പരസ്പരം ഹഗ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ പരസ്പരം എന്തെങ്കിലും ഒരു മൊമെൻറ്റ്, ഒന്നിച്ചൊരു യാത്ര പോകുന്നതാവാം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതാവാം, അവിടെ നടക്കുന്ന സംസാരവും കാര്യങ്ങളൊക്കെ വിഷ്വൽ ചെയ്യുക. കണ്ണടച്ചുകൊണ്ട് വിഷ്വൽ ചെയ്യുന്ന സമയത്ത് അത് മാക്സിമം ഫീൽ ചെയ്യുക നിങ്ങളുടെ 5 സെൻസസ് കൊണ്ട്. അതാണ് അടുത്ത പ്രോസസ്സായിട്ട് വരുന്നത്. അത് ഏകദേശം ഒരു 2 to 3 മിനിറ്റ്സോളം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അത് മാക്സിമം ഫീൽ ചെയ്യാൻ തുടങ്ങി. ആ ഫീൽ ചെയ്ത് തുടങ്ങിയതിന് ശേഷം 1 മിനിറ്റ് കൂടി കണ്ടിന്യൂ ചെയ്തതിന് ശേഷം നിങ്ങൾ 4ാമത്തെ പ്രോസസ്സായിട്ട് വരുന്നത് 2 അഫർമേഷൻസ് ഉണ്ട്. ഈ 2 അഫർമേഷൻസ് വളരെ പവർഫുൾ ആണ്. ഇത് 11 തവണ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. 1ാമത്തെ അഫർമേഷൻ, ഞാൻ ഭംഗിയുള്ളവനാണ് എന്നുള്ളതാണ്. 2ാമത്തെ അഫർമേഷൻ, ഞാൻ സ്നേഹത്തിന് അർഹനാണ്. ഞാൻ ഭംഗിയുള്ളവനാണ്, ഞാൻ സ്നേഹത്തിന് അർഹനാണ്. ഇംഗ്ലീഷിലാണെങ്കിൽ ഐ ആം ഹാൻസം. ലേഡീസ് ആണെങ്കിൽ ഐ ആം ബ്യൂട്ടിഫുൾ. പിന്നെ 2ാമത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഐ ഡിസേർവ് ലവ് എന്നുള്ളതാണ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. അപ്പോൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം, മലയാളത്തിലാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഇത് 11 തവണയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. ഈ രണ്ടും ഒരുമിച്ച് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ പറയാം, ഞാൻ ഭംഗിയുള്ളവനാണ്,
ഞാൻ സ്നേഹത്തിന് അർഹനാണ് എന്ന് പറഞ്ഞതിന് ശേഷം അത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക 11 തവണ. ഇത് സ്ത്രീകളാണെങ്കിൽ ചെറിയ മാറ്റം വരുത്തിയാൽ മതി. ഞാൻ ഭംഗിയുള്ളവളാണ് എന്ന് പറയുക, ഞാൻ സ്നേഹത്തിന് അർഹതയുള്ളവളാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. ഓക്കെ. പിന്നെ അടുത്തതായിട്ട് ചെയ്യേണ്ടത്, അപ്പോൾ ഇത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഐസ് ഓപ്പൺ ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, ഐസ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ മെഴുകുതിരിയിലോട്ട് ആ തീനാളത്തിലോട്ട് നോക്കിക്കൊണ്ട് വേണമെങ്കിൽ പറയാം, ഇത് ബൈ ഹാർട്ട് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ. പിന്നീട് നിങ്ങൾ 3 തവണ നന്ദി പറയുക പ്രപഞ്ചശക്തിക്ക് അല്ലെങ്കിൽ ദൈവത്തിന്. 3 തവണ നന്ദി പറഞ്ഞതിന് ശേഷം ഈ പ്രോസസ്സ് അവസാനിപ്പിക്കുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് 7 ഡേയ്സ് ചെയ്യണം. രാത്രിയിൽ കിടക്കുന്നതിന് തൊട്ട് മുൻപാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്തു നോക്കുക. ഇത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ലവ് സ്പെല്ലാണ്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ബ്ലോഗുകൾ കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് കിട്ടും. സ്പിരിച്വലി വളരെ പവർഫുൾ ആയിട്ടുള്ളതാണ്. നമ്മൾ മലയാളികൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ പുറം രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ ഇത്തരത്തിലുള്ള റിച്വൽസും ഇത്തരത്തിലുള്ള ടെക്നിക്കുകളൊക്കെ ധാരാളം യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ റിലേഷൻഷിപ്പ് ഹീലിങ്ങിന് വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച് റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്കിത് വിശ്വസിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞത് ഇപ്പോൾ 2-3 ദിവസമായിട്ടൊന്നും ശരിയാവുന്നില്ല, സംസാരിച്ചിട്ട് ക്ലിയർ ആവുന്നില്ല, അങ്ങനെയുള്ള റിലേഷൻഷിപ്പിലെ കേസുകളിലൊക്കെ ഇത്തരത്തിലുള്ള ടെക്നിക്കുകൾ അപ്ലൈ ചെയ്ത് നോക്കുക. കാരണം ഇത് ഓപ്പോസിറ്റുള്ള ആളെ അപ്രോച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അവരോട് പോയി സംസാരിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻസ്, എന്തെങ്കിലും ഒരു മാർഗം ഒക്കെ തെളിഞ്ഞു വരും. ആ റിലേഷൻഷിപ്പ് ഹീലാവും. ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. വളരെ പവർഫുൾ ആയിട്ടുള്ള ലവ് സ്പെല്ലാണെന്ന് വീണ്ടും വീണ്ടും പറയുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരിലോട്ട് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് സൊല്യൂഷൻ ലഭിക്കുന്നതാണ്. എനിവേ, താങ്ക് യു. നമസ്തേ.